പറഞ്ഞ പോലെ ഇപ്പൊ ഫാമിലിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ ടോട്ടലി നിങ്ങൾ എത്ര ഫാമിലി മെമ്പേഴ്സ് ആണ് ഇപ്പോൾ വരുന്നത്? ഒരു കമ്മ്യൂണിറ്റി എല്ലാം ഞങ്ങളുടെ ഫാമിലിയാണ്. ഒരു കൗണ്ട് പറയാൻ പറ്റുമോ? അയ്യോ അങ്ങനെയല്ല, കൗണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ഇപ്പൊ രഞ്ജുമ്മയുടെ മക്കളെന്ന് പറയുമ്പോൾ ഞങ്ങൾ 10 മക്കള്, എൻ്റെ അമ്മയുടെ മക്കളെന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 മക്കള്, അങ്ങനെ ഉമ്മയുടെ വീട്ടിൽ അങ്ങനെ നമുക്കൊന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞെടുത്തെന്നാണ് ഞങ്ങൾ കുടുംബങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. മനസ്സിലായോ? വലിയമ്മ കുഞ്ഞമ്മ അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. നമുക്കൊന്നും ഫാമിലി ഇല്ലാത്ത ഇപ്പോൾ ഒരു ആഘോഷങ്ങൾ, ഓണാവട്ടെ, ഞങ്ങൾ എവിടെ പോകാനാ? ക്രിസ്മസ് ആവട്ടെ, എവിടെ ഒത്തുകൂടാനാ? നമുക്ക് സ്പേസ് ഇല്ല. ഇന്ന് ഞാൻ പറയട്ടെ, നമുക്ക് സന്തോഷത്തോടെ 5 മിനിറ്റ് ഇരുന്ന് കരയണമെങ്കിൽ എവിടെ പോയിരുന്ന് കരയും? സ്വന്തം റൂമിൽ പോലും ഇരിക്കില്ല. അപ്പോൾ കഥക് തട്ട് എന്താ എവിടെയെന്ന് ചോദിക്കും, ഇല്ലേ? ഇല്ലെങ്കിൽ ബാത്റൂമിൽ പോലും 5 മിനിറ്റ് മനസ്സമാധാനത്തിരിക്കാൻ പറ്റില്ല. സോ ഇങ്ങനെ നമുക്കൊരു ഇടങ്ങളില്ല. അപ്പോൾ പണ്ടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് 2 ആണും പെണ്ണും ഒന്നിച്ചിരുന്ന ചൂരലടി കിട്ടുന്ന നാടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ ഒരു കമ്മ്യൂണിറ്റി ചെന്നിരുന്ന ഒന്നീ ആണുങ്ങളെ വളയ്ക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസ് എന്നൊക്കെ പറയുള്ളൂ. ഒന്ന് പൊട്ടിക്കരയാൻ പോലും ഒന്ന് ഇരിക്കാനുള്ളൊരു സ്പേസ് ഇല്ല. ഇടം എവിടെയാണ് ഇടങ്ങളുള്ളത്? അപ്പം ഇടങ്ങളില്ലാത്ത നാട്ടിലാണ് ഒരു ഫാമിലി ബിൽഡ് ചെയ്യുന്നത്. അതൊരു വലിയ ഫാക്റ്റാണ്. അപ്പം അങ്ങനെ പല ഫാമിലികളും നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഞങ്ങളുടെ ഫാമിലി വളരെ സന്തോഷമായിട്ട് അവരവർ ഇപ്പം എങ്ങനെ പ്രഷറുകളില്ലാത്ത ഫാമിലി, അവരവരുടെ കാര്യങ്ങൾ നോക്കി എല്ലാവരും പോകുന്നു. എല്ലാവർക്കും ഒരു ഗൈഡ് ലൈന്, എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ ഒന്നുകൂടുക, എന്തെങ്കിലും ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുക, ഇതിൽ പറ്റുന്നവർ മാത്രം ഒരു ഗെറ്റ് ടുഗദർ വെക്കുക, അങ്ങനെയൊക്കെ. പക്ഷേ ഇതിൽ മെമ്പേഴ്സുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഓക്കെ. അങ്ങനെ ഇപ്പം ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ അവരെല്ലാവരും പല പല മേഖലയിൽ അവരുടേതായ രീതിയിൽ ഹാർഡ് വർക്കോട് കൂടി പ്രശസ്തി നേടിയിട്ടുണ്ട്. അതായത് അവര് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കമ്മ്യൂണിറ്റിയെ നോക്കിയാൽ കമ്മ്യൂണിറ്റി പണ്ടത്തെ അപേക്ഷിച്ച് സമൂഹത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇനിയിപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അത്യാവശ്യമായിരിക്കും ഞങ്ങളിൽ ഒരാൾ, ഒരു സ്കൂളിൽ ഒരു ടീച്ചർ കാണും, പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് കാണും. ഇപ്പം ഡോക്ടേഴ്സ്, തൃശ്ശൂരൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട് ഓൾറെഡി. അധ്യാപകർ ഒരുപാട് പല മേഖലകളിൽ വന്നു കഴിഞ്ഞു, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊരു അത്യാവശ്യമായിട്ട് മാറും ഫാമിലി. അതെ, ഭാവിയിലാകട്ടെ, ആകണം. അതെ, അപ്പോഴും നെഗറ്റീവ് പറയുന്നവർ കാണും. അതെല്ലാ കാലവും ഉണ്ടായിരിക്കും. മനുഷ്യനുള്ള കാലം മുതലേ പണ്ടേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ തുടർന്ന് അവരുടെ ജോലി ചെയ്തോട്ടെ, നമ്മുടെ ജോലി.